നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതിനു മുന്നോടിയായിട്ട് അശ്വതി നക്ഷത്രക്കാരെ പറ്റി പറഞ്ഞാൽ ഇരട്ട ദേവതമാരുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇരട്ട ദേവന്മാരെന്ന് പറഞ്ഞാൽ അശ്വിനി ദേവന്മാരും അശ്വിനി കുമാരന്മാരും. സൂര്യൻ്റെ പത്നിയായ സപ്ന സൂര്യൻ്റെ ചൂടും കോപവും താപവും എല്ലാം സഹിക്കാൻ വയ്യാതെ വനത്തിൽ പോയി കുതിരയുടെ രൂപം പൂണ്ട് നടന്നു. ആ സമയത്ത് സൂര്യഭഗവാൻ ഭാര്യയെ ഇറങ്ങിയ സമയത്ത് ഭാര്യയെ കണ്ടുമുട്ടുകയും അദ്ദേഹവും കുതിരയുടെ താല്പര്യം തോന്നിയിട്ട് കുതിരരൂപം പൂണ്ട് അവർക്ക് ആ വനവാസകാലത്ത് അവർക്ക് ആ രാസക്രീഡയിലുണ്ടായ കുട്ടികളാണ് അശ്വിനി ദേവകളെന്ന്. അതായത് ഇരട്ടക്കുട്ടികളുണ്ടാകുന്ന അശ്വത്തിൻ്റെ മുഖമുള്ള ഇരട്ടക്കുട്ടികൾ. സത്യൻ എന്നും ദസ്രൻ എന്നും പറയുന്ന 2 കുട്ടികളുണ്ടായി. അപ്പം അശ്വിനി ദേവന്മാരാണ് ശൗവന മഹർഷിയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അന്ധനും വൃദ്ധനുമായിരുന്ന ആ ശൗവന മഹർഷിക്ക് ആരോഗ്യവും കണ്ണിന് കാഴ്ചയും നേടിക്കൊടുത്തത് അശ്വിനി ദേവന്മാരാണ്. അശ്വിനി ദേവന്മാരാണ് ഈ ദേവന്മാരുടെ വൈദ്യൻ. അതുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാരും ചികിത്സാ രംഗത്തും ഔഷധ രംഗത്തും മരുന്ന് കൊടുക്കാനും ഡോക്ടർമാരാകാനും ഒക്കെ അവർക്ക് നല്ല കഴിവാണ്. അവരുടെ കൈ കൊണ്ടൊരു മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് കുറവാകും, അസുഖം പെട്ടെന്ന് ഭേദമാകും രോഗികൾക്ക്. കാരണം ഇവർക്ക് ഈ അശ്വിനി ദേവന്മാരാണ്, ദേവവൈദ്യന്മാരാണ്. ആ വൈദ്യന്മാരുടെ കൈപുണ്യം ഇവരിൽ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നാളെ വരും ഫലം ഇന്നേ ഇവർക്ക് അറിയാനും പറ്റും. അത് അശ്വിനി ദേവന്മാരുടെ മാത്രം ഗുണമാണ്. നാളെ വരുന്ന കാര്യം ഇവർക്ക് ഇന്ന് മുന്നിൽ ഭഗവാൻ അറിയിപ്പ് കൊടുക്കും. മിക്കവാറും ഇവർ പറയുന്നത് അതുപോലെ സംഭവിക്കാറുമുണ്ട്. മിക്കവാറും ഇവരുടെ നാവുകൊണ്ട് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതൊന്നൊരു വിഷയത്തെപ്പറ്റി ഇവർ സംസാരിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കുന്നതും കണ്ടുവരാറുണ്ട്. അതാണ് അവരുടെ ഒരു അശ്വതി നക്ഷത്രക്കാരുടെ ഒരു സ്വപ്നയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചോതി, അനിഴം, ഉത്രാടം മുക്കാല്, തിരുവോണം, പൂരുട്ടാതിക്കാല്, രേവതി. ഇത്ര നക്ഷത്രങ്ങളാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ. അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും അതിൻ്റെ ഗുണദോഷങ്ങളും അവർക്ക് ചെയ്യേണ്ട പരിഹാരക്രിയകളെ പറ്റിയൊക്കെ വിശദമായ ഒരു വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം. അടുത്ത ദിവസം ഭരണി നക്ഷത്രത്തിന് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രവുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.